ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി ഫ്രഷ് ബീഫ് കിട്ടിയിട്ടുണ്ട്. നെയ്യോടുകൂടിയ നല്ല ഫ്രഷ് ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഞാൻ എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചിട്ട് ബീഫ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറേ ദിവസം കൂടിയിട്ടാണ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയും കൂടിയാണ്. അറിയാത്തവരൊക്കെ കണ്ടുപഠിച്ചോളൂ. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. 1/2 കിലോ ബീഫ് നന്നായിട്ട് ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ടിട്ട് കഴുകിയെടുത്തതാണ്. എന്നിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ടേക്കുകയാണ്. ആ ബീഫ് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കണം. അത് ഓരോ സ്ഥലത്തും വ്യത്യസ്ത വേവായിരിക്കും. അപ്പോൾ വിസിലിൻ്റെ കണക്കൊന്നും ഞാൻ പറയണില്ല, അതൊക്കെ നിങ്ങൾ വേവിച്ചെടുക്കേണ്ടതാണ്. ബീഫ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ ഒന്ന് കടക്കാം. ഞാൻ ഇവിടെ 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു ഉണ്ട ചെറിയ ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ എണ്ണ നിങ്ങൾക്ക് കൂട്ടാൻ കുറക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണവും ഒക്കെ നിങ്ങൾക്ക് കൂട്ടാൻ കുറക്കാം. ഇപ്പോൾ എൻ്റെ ഭാഗത്തിനാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാളയൊക്കെ നീളത്തിലാണ് അരിഞ്ഞേക്കണത്. മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് അരിഞ്ഞിട്ടേക്കാണ്. പിന്നെ പച്ചമുളക് ചുമ്മാ ഒന്ന് കീറി 4ആക്കി കീറിയിട്ടേക്കാണ് ചുമ്മാ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ്, ചുമ്മാ നമ്മൾ ചതച്ചതാണ്. അത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു. പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്തോരം വലുതാക്കണം ചെറുതാക്കണം എന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓവറായിട്ട് നമ്മൾ ചെറുതാക്കാണ്ടിരിക്കണതാണ് നല്ലത്, കാരണം പായസമായി പോവും. അപ്പോൾ ഇച്ചിരി വലുതാക്കിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് അരിയാൻ ശ്രദ്ധിക്കുക. അത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ചട്ടി എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി എടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പൊടികളൊക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ബീഫ് കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഒരു തട്ടുകട ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയോ? തുടങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തുടങ്ങിക്കോ. കുറച്ചധികം നേരം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് ആറാനായിട്ട് മാറ്റി വെക്കുക. പൊടി കരിഞ്ഞുകൊണ്ടൊക്കെ സൂക്ഷിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബീഫ് വേവിച്ചതിൻ്റെ എയറൊക്കെ പോകുമ്പോൾ ബീഫിൻ്റെ ഇത്, അതായത് മൂടി തുറന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് പൊക്കത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അല്ലാണ്ട് ചുമ്മാ ഇട്ടിട്ട് നമ്മൾ ഇളക്കിയൊന്നും കൊടുക്കണ്ട. ജസ്റ്റ് ആ വേവിച്ച ബീഫിൻ്റെ പൊക്കത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒറ്റൊരു വിസിലടുപ്പിക്കുക. ഞാനങ്ങനെ ഒറ്റൊരു വിസിലടുപ്പിക്കാനായിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പിൻ്റെ കോലം കണ്ടിട്ട് ആരും അയ്യോ വൃത്തിയില്ല മെനയില്ല എന്നൊന്നും പറയാൻ നിൽക്കരുത്. കാരണം നമ്മൾ കുക്ക് ചെയ്യാണല്ലോ, കുക്ക് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കുക. അതിന് മുമ്പ് വൃത്തിയാക്കി ഇട്ടതാണ്, എന്ത് ചെയ്യാനാ. പിന്നെ ഈ ഇറച്ചിയൊക്കെ വേവിക്കുമ്പോഴത്തേക്കും കുക്കറൊക്കെ ഇങ്ങനെ വിസിലടിക്കുമ്പോഴത്തേക്കും വെള്ളമൊക്കെ തെറിച്ച് അങ്ങനെയൊക്കെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോവും. പിന്നെ പൊടികളൊക്കെ എടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇച്ചിരി വീഴും. നമ്മൾ കുക്കിംഗ് കഴിയുമ്പോൾ അത് ക്ലീൻ ചെയ്താൽ മതി. നിങ്ങൾ അതിനെ പറ്റി ഒന്നും ടെൻഷൻ അടിക്കരുത്. കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ അവിടെ ഒക്കെ ആയിട്ട് വെക്കുക. ഇപ്പോൾ പൊടി ചൂടാക്കിയതും ഇതിപ്പോൾ ഞാൻ സ്പൈസസ് എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പറഞ്ഞു വരാൻ കാരണം. സ്പൈസസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അതൊക്കെ ഓപ്ഷനിലാണ്. പക്ഷേ കറിക്കിട്ടാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഗരം മസാലയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ലല്ലോ, ആകെ മീറ്റ് മസാല മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നോക്കിയേ, ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, ആ പട്ടയുടെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏലക്ക എടുത്തിട്ടുണ്ട് 2 എണ്ണം. പിന്നെ കരഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് 2 എണ്ണം. ഇനി നമ്മൾ ഇത്തിരി സീരിയസ് ആവണം, കാരണം നമ്മൾ കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഒരു ചട്ടി വെക്കുക. എന്നിട്ട് അതിലോട്ട് ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് എന്തൊഴിക്കുക, ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൽ വേറെ എണ്ണയുള്ളൂ വേറെ ഓയിലുള്ളൂ എങ്കിൽ അതെടുക്കുക, പേടിക്കണ്ട. എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ആദ്യം ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ സ്പൈസസ് ഒക്കെ ഒന്ന് നമ്മൾ വഴറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ, അതായത് സവാളയൊക്കെ ഒന്ന് പാവം പോലെ ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതുപോലെ ആവണം കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങും ബീഫൊക്കെ അതേപോലെ അവിടെ ഇരിപ്പുണ്ട്. ഓവറായിട്ട് ഉരുളക്കിഴങ്ങ് വെന്തും പോയിട്ടില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ സവാള വഴറ്റിയില്ലേ, അതിലേക്ക് നമ്മളിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ആ പൊടികളില്ലേ, അതൊക്കെ അങ്ങോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് കൊട്ടി കൊടുക്കുക. അങ്ങനെ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനിയിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം പൊടികളൊക്കെ ഓൾറെഡി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചതല്ലേ, എളുപ്പം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക,
നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ വെള്ളം, ബീഫിൻ്റെ ആ പൊട്ടറ്റോ, ആ ബീഫ് എല്ലാം കൂടി നമ്മളങ്ങോട്ട് തട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക, അധികം ഇട്ട് കയ്യിലിട്ട് ഇളക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചാറൊക്കെ വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം. എന്നിട്ട് അങ്ങനെ സിമ്മിലിരുന്ന് കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ധൃതി വെച്ച് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഉള്ള വെള്ളം കൂടി അങ്ങോട്ട് വറ്റിപ്പോവും, അതായത് ചാറങ്ങോട്ട് വറ്റിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് പയ്യെ കുക്കായിട്ട് അത് വരട്ടെ. എന്തായാലും വെന്ത ബീഫാണ്, വെന്ത പൊട്ടറ്റോ ആണ്, എങ്കിലും ഒന്ന് സിമ്മിൽ വെച്ചിട്ട് എടുക്കണതിൻ്റെ സുഖം അല്ലെങ്കിൽ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ കുറച്ചധികം നേരം ഞാൻ സിമ്മിലിട്ട് വെച്ചിട്ട് ഇതാ ചാറൊരു ഇച്ചിരിയും കൂടി അങ്ങോട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, കയ്യിലിട്ട് ഇളക്കാണ് നമ്മൾ. ആ പാത്രമിട്ട് ഇങ്ങനെ ഇട്ട് ഇളക്കുക. അത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ചെയ്താൽ മതി, ഇല്ലാത്തവർ പയ്യെ കയ്യിലിട്ട് ഇളക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ വെന്തുടഞ്ഞ് കറി ഒരുമാതിരി കുഴമ്പ് രൂപമാവും. അതിന് നല്ലത് നമുക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. മീൻകറിയൊക്കെ ചുറ്റിക്കില്ലേ അതേപോലെ. ഇതിപ്പോൾ എൻ്റെ കറങ്ങിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി, അത്രയും മതി. അപ്പോൾ നമ്മുടെ അടിപൊളി ഉരുളക്കിഴങ്ങിട്ട ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഗായ്സ്. ചപ്പാത്തിയോ അപ്പമോ പുട്ടോ ചോറോ എന്ത് വേണമെങ്കിൽ, പത്തിരിയോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം, പൊറോട്ടയോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, നല്ല അടിപൊളിയായിരിക്കും. എപ്പോഴും നെയ്യോട് കൂടി എപ്പോഴും ബീഫ് മേടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ആ നെയ്യൊക്കെ ഉരുളക്കിഴങ്ങിലൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, ഒന്നും പറയണില്ല ഗായ്സ്. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇഷ്ടത്തോടെ, ഒരു സ്നേഹത്തോടെ, എല്ലാം ഇങ്ങനെ ഇച്ചിരി സാവധാനമാണെങ്കിൽ ആയിക്കോട്ടെ, എല്ലാം നമ്മളൊരു ഇഷ്ടത്തോടെ ചെയ്യാനായിട്ട്, ഒരു എൻജോയ് ചെയ്തിട്ട് വേണം കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരാൾക്ക് വിളമ്പി കൊടുക്കാനുള്ള ഭക്ഷണമല്ലേ, അപ്പോൾ എപ്പോഴും നമ്മൾ ധൃതി വെച്ചോ വായി പിടിച്ചോ ഇങ്ങനെ ദേഷ്യം കാട്ടിയിട്ടോ അങ്ങനെയൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ധൃതി ഒന്നും വേണ്ട, സാവധാനത്തിൽ മതി. അപ്പോൾ കറിക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. നമ്മൾ തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ആഹാന്നൊരു ഒരു ഫീല് വരും. അപ്പോൾ കൂടുതൽ ഞാൻ വർത്താനം പറഞ്ഞ് വെറുതെ ബോറടിപ്പിക്കണില്ല ഗൈസ്, ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.